ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ ഒരേപോലെ നമ്മൾ വളർത്തിയെടുക്കാറുള്ള നമ്മൾ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അതേപോലെ പോത്തോസ് വെറൈറ്റിയുടെ എങ്ങനെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ടെറസിൽ കുറച്ച് വെറൈറ്റികൾ പോത്തോസ് വെറൈറ്റികൾ സെറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചയാണ്. അതിൽ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ്, നിയോൺ പോത്തോസും എൻജോയ് പോത്തോസും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികൾ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട്. നമ്മൾ വാട്ടറിങ് തന്നെയാണ്. വെള്ളം കറക്റ്റ് സമയത്ത് നമ്മൾ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ വെള്ളം അതിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. വെള്ളം ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്ത ഇത്തരത്തിൽ ചെടികളാണെങ്കിൽ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കുക ചെയ്യുക. ഡെയിലി നമ്മൾ ചെടി ഒന്ന് കെയർ ചെയ്യുന്നത് നന്നായിരിക്കും. വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് ചെടികളിൽ ഈ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത്, ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് കരിഞ്ഞ് മാസം അതിൻ്റെ ഒപ്പം ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുക്കുക. ബാൽക്കണിയിലാണ് വെച്ച് കൊടുത്തുള്ളത് നമ്മൾ. ഉച്ചശേഷത്തെ വെയിലൊക്കെ ഈ ചെടികൾ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഫെർട്ടിലൈസർ പറയുന്നത്, നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഈ ചെടികൾ നടുന്ന സമയത്തുള്ള വളം മാത്രമാണ്. പിന്നീട് നമ്മൾ യാതൊരു വളങ്ങളും ഈ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം വളപ്രയോഗത്തിൻ്റെ കാര്യം നമ്മൾ നടുന്നതൊക്കെ കാണിച്ചു തരാം. ഒക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ട് 2 മാസത്തോളമായിട്ടുള്ള ചെടികളാണ്. മാർബിൾ ക്യൂൻ വെറൈറ്റിയാണ്. ഈ ഒരു മാർബിൾ ക്യൂൻ തന്നെ നമ്മളെങ്ങനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാന്നുള്ളതും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഔട്ട്ഡോർ കളക്ഷനിലുള്ള കുറച്ച് ചെടികളാണ്. ഇതിൽ വെറൈറ്റികൾ പലതുണ്ട്. എൻജോയ് പോത്തോസ്, നിയോൺ പോത്തോസ്, കാണുന്നത് നിയോൺ പോത്തോസാണ്. അതേപോലെ മഞ്ജുള വെറൈറ്റി, മഞ്ജുള പോത്തോസ്, മാർബിൾ ക്യൂൻ വെറൈറ്റി പോത്തോസ് വെറൈറ്റിയാണ്. ഇതാണ് നമ്മൾ എൻജോയ് പോത്തോസ്. അപ്പോൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലാന്റാണ് ഈ എൻജോയ് പോത്തോസ്. മാർബിൾ പോത്തോസും ഇതൊക്കെ നമുക്ക് വെക്കാമെങ്കിലും ഇതിനാണ് കുറച്ചുകൂടി നമുക്ക് ചെറിയൊരു കെയറിങ് മാത്രം മതി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട്. അത് ഔട്ട്ഡോർ ആയിട്ടുള്ള വെച്ചിട്ടുള്ള കളക്ഷൻസാണ്. നമുക്ക് കട്ടിങ്ങുകൾ എടുക്കാനുള്ള മാർബിൾ ക്യൂൻ വെറൈറ്റിയാണ്. ഹാങ്ങിങ് പോട്ടിലായിരുന്നു. ഇനി കട്ടിങ്ങൊക്കെ എടുത്ത് പുതിയ പോട്ടിലേക്ക് മാറ്റാനാണ് സമയമായിട്ടുണ്ട്. നമ്മൾ നിയോൺ പോത്തോസിൻ്റെ ഒരു വാട്ടർ പ്ലാന്റ് കളക്ഷനാണ്. ഒരു മാസം മുന്നേ നമ്മൾ ഇതേപോലെ ഹാങ്ങിങ് പോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് വാട്ടറിൽ വെച്ചതാണ്. അപ്പോൾ നിറയെ തൈകളൊക്കെ ആയിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിലുള്ള പ്ലാന്റുകൾ തൈകളൊക്കെ നമ്മൾ ഈ ഒരു വലിയൊരു ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. ഇത് ക്രോട്ടോൺ പ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് നട്ട് കൊടുക്കുകയാണ്. അത് ബുഷായിട്ട് വരുമ്പോൾ കൂടുതൽ ഭംഗി കിട്ടുകയും ചെയ്യും. അപ്പോൾ നടുന്നത് എങ്ങനെയെന്ന് കാണിച്ചതാണ്. ഇതാണ് നമ്മൾ പോട്ടി മിക്സ്. നമ്മൾ മണ്ണും ചാണകപ്പൊടിയായിട്ട് മിക്സിങ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സാണ്. ഇത് നമ്മൾ മഴയത്ത് ഒലിച്ച് വന്നിട്ടുള്ള മണൽ കറന്നിട്ടുള്ള മണ്ണാണ്. അതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് വെച്ചിട്ട് ചെടി നട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ വാട്ടർ പ്ലാന്റ് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നിറയെ വേരുകൾ വന്നിട്ടുണ്ട് പ്ലാന്റിൽ. നമ്മൾ ഡയറക്റ്റായിട്ട് തണ്ടുകൾ മുറിച്ച് നടുന്നതിനേക്കാളും എത്രയോ ബെറ്ററായിട്ട് നമുക്ക് ഇങ്ങനെ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും. മണി പ്ലാന്റുകളാണെങ്കിൽ കട്ടിങ്ങുകൾ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. 2-3 ആഴ്ച, ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇതേപോലെ ഇലകളൊക്കെ വന്ന് പുതിയ തൈകളായി മാറും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഏത് സ്പോട്ടിലാണോ വെക്കേണ്ടത് അതിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വലിയ ചട്ടികളിലൊക്കെ മണി പ്ലാന്റ് ബുഷായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പ്രത്യേകിച്ച് ഈ നിയോൺ പോത്തോസൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഓരോ പ്ലാന്റ് നമ്മൾ നട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മാറ്റി നമ്മൾ ഒരു പോട്ടിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇൻഡോർ പോട്ടായിരുന്നു. ഇതിലേക്കും കൂടി നമ്മൾ 2 കട്ടിങ്ങുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പോട്ടിലായിട്ട് നമ്മൾ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ സെറാമിക് പോട്ടിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ മണി പ്ലാന്റ്, പോത്തോസ് വെറൈറ്റികൾ ഏത് വെറൈറ്റിയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ പുതിയ പോട്ടിലേക്ക് ഇതേപോലെ റീപോർട്ട് ചെയ്തിട്ടും വാട്ടർ പ്ലാന്റായിട്ട് നമ്മൾ വേര് പിടിപ്പിച്ചെടുത്തിട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർത്തിയെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ പഴയ പോട്ടിൽ, ഈ ഒരു പോട്ടിലേക്ക് വീണ്ടും കുറച്ച് കട്ടിങ്ങൾ വെക്കുകയാണ്. നമുക്ക് വെക്കാൻ പോകുന്നത് നമ്മൾ മാർബിൾ പോത്തോസിൻ്റെ വെറൈറ്റിയാണ്. നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ കുറേ വള്ളികളായിട്ട് സ്പ്രെഡായിട്ട് വളർന്നിട്ടുള്ള മാർബിൾ ക്യൂൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ കട്ടിങ്ങൾ മുറിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയും കട്ടിങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഇറക്കി വെച്ചാൽ മതി. മുകളിൽ 1-2 ലീഫുകൾ വെച്ചിട്ട് ബാക്കി ലീഫുകളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ലീഫുകൾ കട്ട് ചെയ്ത് മാറ്റണം. ഇല്ലെങ്കിൽ വെള്ളം കേടായി പോകും ഇല ചീഞ്ഞിട്ട്. അപ്പോൾ ഒരു ലീഫായിട്ട് വിട്ട് കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം.
ആ രീതിയിൽ നമ്മൾ നമ്മുടെ പോട്ടിലേക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് ഈ കട്ടിങ്ങുകളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുവട്ടിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തുള്ള ലീഫുകളൊക്കെ കട്ട് ചെയ്തു. ഇനി ഇതിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ചട്ടിയുടെ ചുവടുവശത്തോ വെച്ച് കൊടുത്താൽ മതി, വീഴാത്ത രീതിയിൽ. നമ്മൾ അതേപോലെ മറ്റൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള നമ്മൾ സിൽവർ സാറ്റൻ്റെ വെറൈറ്റിയാണ്. വെച്ച് കൊടുത്തിട്ട് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. വേര് വന്ന് കാണും. നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ സിൽവർ സാറ്റാൻ ഉണ്ട്, നമ്മളെ ഫിലോഡോണ്ടോൺ മൈക്കൻസ് എന്ന വെറൈറ്റി ഉണ്ട്, അതേപോലെ ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.